ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഇത് സമയം രാവിലെ 8:30. കാല് വയ്യാത്തതുകൊണ്ട് ഞാനിപ്പോൾ ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീറ്റിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. 3 പേര് അടിപൊളി ഉറക്കാം കേട്ടോ. എങ്ങനെ ഉറങ്ങാതിരിക്കും, രാത്രി 12 മണി 1 മണിയാവും എല്ലാം കൂടി ഉറങ്ങുമ്പോൾ. കാല് കുത്താതെ ഇരിക്കേണ്ടതുകൊണ്ട് തന്നെ ഞാനിപ്പം എനിക്ക് കുറച്ച് ഈസി ആയിട്ടുള്ളത് ഞങ്ങളുടെ ഈ ഒരു ബെഡ്റൂമിനടുത്തുള്ള മുറിയാണ് കേട്ടോ. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യും, വെളിയിലോട്ടുള്ളൊരു ഡോറാണ് കേട്ടോ. ഇത് സാധാരണ ഓപ്പൺ ചെയ്യാറില്ലായിരുന്നു കേട്ടോ. ആ ഇരിക്കുന്ന അലമാരി വെച്ച് ഇത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഡോർ ഉള്ളതുകൊണ്ട് ഒത്തിരി ഹെൽപ്ഫുള്ളായി. കാരണം മുഖം കഴുകാനും കൈ കഴുകാനും ഒക്കെ നമുക്ക് ഒത്തിരി പോകണ്ട, ഇവിടെ ഇരുന്നാൽ മതി. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് ഈ ഡോറും തുറന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണെന്ന് ഞാൻ ഇപ്പം കാണിച്ചു തരാം. യെസ് ഗൈസ്, ഇപ്പോൾ എടുത്തുകൊണ്ട് വരുന്നതായിരിക്കും. അങ്ങനെ ചായൻ ബ്രഷും വെള്ളമൊക്കെ എടുത്തോണ്ട് ചായന് ഇങ്ങനെ ക്യാമറകളിലോട്ട് വരുന്ന ഇഷ്ടമല്ല കേട്ടോ. ക്യാമറ ഓൺ ആണെന്നറിഞ്ഞാൽ എന്നെ ഇപ്പം തെറി വിളിക്കും. ഇപ്പം കാണിച്ചു തരാം. ദുഷ്ടൻ അതെല്ലാം അവിടെ വെച്ചിട്ട് പോയി ഗൈസ്. ഇനി നമുക്ക് ഈ ഒരു ഓഫീസിയർ ഉള്ളതുകൊണ്ട് വളരെ ഹെൽപ്പാണ്. ഞാനിങ്ങനെ നീങ്ങി വന്ന് ബ്രഷും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അതാണ്ട് വീഡിയോ ഡോറിൻ്റെ അവിടെ പോയി ഇരുന്നിട്ട് പല്ലൊക്കെ തേക്കും കേട്ടോ. ഇത് ഞങ്ങളുടെ ആക്ച്വലി റെൻറ്റഡ് ഹൗസാണ്. ഞങ്ങളിവിടെ 1.5 വർഷമായിട്ട് ഇപ്പം താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സൗകര്യങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി കുറവൊക്കെയാണ്. അതുകൊണ്ട് എനിക്കൊരു ഡേ മൈ ലൈഫിനോടൊന്നും താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് മുതിർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാഷൻ കൊണ്ടാണ് ഈ ഒരു യൂട്യൂബ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് ആ കൊച്ചിനെ അറിയത്തില്ല കേട്ടോ, ആദ്യമായിട്ടാണ്. ചേച്ചി എൻ്റെ കാലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. ഞാൻ എൻ്റെ പ്ലാസ്റ്ററൊക്കെ അതെന്ന് പറഞ്ഞ് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് ചേച്ചി എൻ്റെ കാലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുക, ചേച്ചി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാവോ യൂട്യൂബിൽ എന്ന് എന്നോട് ചോദിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം ഞാൻ ഓർത്തു അന്നാന്ന് ചെയ്തേക്കാം. കാരണം ആദ്യമായിട്ടാണ് എനിക്കറിയാത്ത ഒരാൾ, എൻ്റെ ഫോളോവർ, എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്നവരൊക്കെ നമുക്ക് പല സജഷൻസും തരും. പക്ഷേ അറിയാത്ത ഒരാൾ ഇൻസ്റ്റ വഴി മെസ്സേജ് ചെയ്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പം ഞാനോർത്ത് എന്നാണല്ലോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തേക്കാന്ന് കേട്ടോ. അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് ആ കസേരയിൽ ഇങ്ങനെ നീണ്ട് വന്നിട്ട് ഇവിടെ ഇതാണ് നമ്മുടെ ചെയർ. ഈ ഒരു വാൾപേപ്പർ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ ഈ ഒരു കുഞ്ഞ് വീട്ടിൽ എൻ്റെ ഒരു വീഡിയോസൊക്കെ ചെയ്യാൻ ഞാൻ തട്ടിക്കൂട്ടി സെറ്റാക്കിയൊരു ഏരിയ ആണിത് കേട്ടോ. അപ്പം ഇവിടെ ഇരുന്നാണ് ഞാൻ ഈ ചെയർസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നമ്മുടെ ഷൂട്ട് വ്ളോഗൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ പരിപാടി എന്താ ഞാൻ കാണിച്ചു തരാം. ഫുഡ് തരുമോ? യെസ് ഗൈസ്, ഇപ്പോൾ ഇച്ചാൻ ഫുഡൊക്കെ ആയിട്ട് വരും കേട്ടോ. ഇച്ചാനിപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വീട്ടിലിരുന്ന് തന്നെയാണ് വർക്ക്. അതുകൊണ്ട് മിക്കവാറും വീട്ടിലുണ്ടാവും. അത് എനിക്കിപ്പോൾ ഉപകാരമായി. അപ്പോൾ ഇച്ചാൻ ഫുഡൊക്കെ കൊണ്ടുവരുന്ന സമയത്തിന് ഞാൻ മുടിയൊക്കെ ഒന്ന് വൃത്തിയായിട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ ഫുഡെന്ന് പറയുന്നത് ഇടിയപ്പവും വെജിറ്റബിൾ കറിയായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് കഴിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ സഹാക്കൾ ഓരോരുത്തർ വീതം ഇങ്ങോട്ട് എത്തും കേട്ടോ. എൻ്റെ അന്ന ഉണ്ടായ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. അപ്പം 6 മാസം അന്നെ എൻ്റെ അടുത്ത് നിന്ന് മാറത്തില്ല. അന്ന് പിന്നെ ഓഫീസിലൊക്കെ പോകുന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഇത്രയും അടുപ്പിച്ച് കുറേ സമയം അവളുടെ കൂടെ കിട്ടുന്നത് സ്പെൻഡ് ചെയ്യാൻ. ഞാനും അവളും അതിപ്പം കുറേ അധികം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അയ്യോടെ എന്നെ പറ്റി തന്നെ കുട്ടാ ചോര വന്നതായിരുന്നോ? അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മേൻ്റെ മടിയിൽ കയറി ഗൈസ്. ഡ്യൂട്ടിയിൽ നമുക്ക് വീക്ക്ലി ഓഫൊക്കെ ഉണ്ടെങ്കിലേ 100 കൂട്ടം കാര്യം കാണും ആ ഒരു ഓഫ് ദിവസം. അപ്പം പിള്ളേരുടെ കൂടെ അങ്ങനെ നമുക്ക് വേണ്ട വിധത്തിലൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ടൈം. കാലിങ്ങനെ വയ്യാണ്ടായിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ചധികം നല്ല കുറേ മൊമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് എൻ്റെ ഈ കുഞ്ഞുങ്ങളോട് കൂടെയുള്ള ടൈം. രണ്ടാമത്തേതാണ് ഈ കാണുന്ന കാപ്പി. ഈ കാപ്പി എനിക്ക് ഉണ്ടാക്കി തന്നത് എൻ്റെ കെട്ടിയോനാണ്. ആൾ പാല് എന്ന് പറയുന്ന സാധനം ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് പാൽച്ചായം പാൽക്കാപ്പി ഒന്നും കുടിക്കില്ല കേട്ടോ. കട്ടൻ കാപ്പിയും കട്ടൻ ചായ മാത്രമേ ഓടുള്ളൂ. അതിനിപ്പോൾ എനിക്ക് വയ്യാത്തുണ്ട്. ആൾ തന്നെ കാപ്പിയും ചായക്ക് ഇടാൻ പഠിച്ചു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അതൊക്കെയല്ല ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണേ. ഇരുന്ന എഫേർട്ടാണല്ലോ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇത് ഇങ്ങനെ ഇരുന്ന് ഞാനത്തെ ദിവസം വീഡിയോ ചെയ്യാനുള്ള എന്തെങ്കിലും കണ്ടന്റ് കിട്ടുമോ എന്ന് ആലോചിച്ചിരിക്കുക. എനിക്ക് പ്ലാസ്റ്ററൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ട് ഒന്ന് കമൻറ്റ് ഇട്ടേക്കാവും. പിന്നെ എൻ്റെ ഒരു ദിവസം മുഴുവൻ കൂടുതൽ ഇതേ മുറിയിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് തീരും. പക്ഷേ ഇന്നിപ്പോൾ നിങ്ങളെ അങ്ങനെ ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പയ്യെ വെളിയിലോട്ട് ഇറങ്ങാം കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു മിറ്റം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ റെന്റഡ് ഹൗസാന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ വെളിയിൽ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ചിരിച്ചോണ്ട് പറ, കൈ കാണിച്ച് ഹായ് ഹായ് ഗായ്സ് പറ. ചേട്ടായി ഹായ് പറയട്ടായി, ഒരു ഹായ് പറയട്ടായി. ചേട്ടായി എണീറ്റ് വന്നതിന്റെ ക്ഷീണത്തിൽ നിൽക്കുവാണ് ഗൈസ്.
രാത്രിയിലെ മെടയൊക്കെ കഴിഞ്ഞ് സാനക്കുട്ടി എണീറ്റ് വന്നപ്പോൾ ലേറ്റ് ആയിട്ടോ, ഒരു 10 മണിയൊക്കെ അടുത്താകാറേ. അപ്പം ഞാൻ അവളെ രാവിലെ എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കുവാണ്. തലയിൽ എണ്ണയൊന്നും ഇല്ലാണ്ടിരുന്നിട്ട് എന്തോ ഒരു ഇത്. നമ്മുടെ അമ്മമാരൊക്കെ പണ്ടേ മുടിയിൽ മുഴുവൻ എണ്ണയൊക്കെ തേച്ച് പേനൊക്കെ ഒക്കെ ഇങ്ങനെ പിടിച്ചിരുത്തുമ്പോൾ ഉള്ള നമ്മുടെ വിഷമുണ്ടല്ലോ. പക്ഷെ അവരുടെ വികാരം എനിക്ക് ഇപ്പോഴാണ് ഗൈസ് മനസ്സിലാകുന്നത്. ചക്ക കുളിച്ചിട്ട് ചക്ക കുളിച്ച് ചക്കമ്മ ചക്ക അരിയ. അങ്ങനെ സമയം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ചക്കയൊക്കെ കിട്ടി കേട്ടോ. ചക്കപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എവിടെ ഇരുന്നാലും അവിടെ ഈ 3 പേരും കൂടി കാണും. അപ്പം മിക്കവാറും ഫുഡ് എല്ലാം മിക്കവാറും ഈ ബെഡിൽ തന്നെയാണ്. ബെഡ്ഷീറ്റ് എല്ലാം എടുത്ത് നമ്മൾ ഒരു ബെഡിന്റെ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇടിയപ്പം നീറ്റാറ് കഴിക്കുന്നതായിട്ട് ഇവന്മാര് നേരത്തെ എണീറ്റതാണ്. എന്റെ ചക്ക ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് തിന്നു കഴിയുമ്പോഴേ ഞാൻ ചക്ക എടുത്തു കേട്ടോ. അങ്ങനെ അടി ഇടി ഒരു രക്ഷയില്ല ഗൈസ്. ഞാൻ ഇങ്ങനെ കട്ടിലായിരിക്കും കേട്ടോ. കട്ടിലാണ് കുറച്ചുകൂടി സേഫ്. ഞാൻ കാലം നീട്ടി വെച്ച് ഇവിടെ ഇരിക്കും. അവന്മാർ കിടന്ന് കട്ടിലെ കിടന്ന് തുള്ളും സാധനവും ഡാൻസ് കാർഡും. ഇപ്പോൾ ചേച്ചിയെ കണ്ട അനീത്തിയും ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഈ ഡാൻസും ചാട്ടം ഒക്കെ സഹിക്കുക. ഇനി കുറച്ച് കഴിയുമ്പോഴുള്ള വേറൊരു സംഭവമുണ്ട്, ഞാൻ കാണിച്ചു തരാം. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാവും കേട്ടോ. ഇവിടെ നിന്നെങ്ങാനും വീഴുമോന്നോ തല വല്ലയിടത്തും ഇടിക്കുമോ എന്നൊക്കെ ഓർത്ത് ഞാൻ ശരിക്കും ടെൻഷനാകും. പിന്നെ ഒരു വടിയൊക്കെ എടുത്ത് പിടിച്ച് ഇവിടെ ഇരുന്ന് കിടന്ന അലറിലും വഴക്ക് പറയലും തന്നെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. കണ്ടോ. അടുത്ത ഇവിടെ കരച്ചിൽ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ആദ്യം തന്നെ അന്നയാണ് തുടക്കം ഇട്ടിരിക്കുന്നത്. അതേ സ്റ്റെഫിൻ്റെ കൈയോ കാലോ എന്തോ അന്നയുടെ മുഖത്ത് കൊണ്ടിട്ടുണ്ട്. അതിനെ കിടന്ന് കാറുന്ന കേട്ടോ. ഗൈസ്, എനിക്ക് ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നും നടക്കില്ല. കാരണം കാല് വയ്യ, ട്രൈപ്പോഡ് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. അങ്ങനെ ഒത്തിരി ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ അന്നയുടെ കരച്ചിൽ കഴിഞ്ഞടുത്ത് സാനു കമ്മന്ന് കിടന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർ ഓൺ ആയിട്ടുണ്ട്. ഇനി ഇവന്മാരടുത്ത് ഗുസ്തി നടന്നുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് സാനു വീണ്ടും ഓൺ ആയിട്ട് വരുന്നു, തോന്നാൻ തുടങ്ങും. ഇങ്ങനെയാണ് ഇവിടുത്തെ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. നമ്മുടെ സാനുവിനെ നമ്മൾ അമ്മ വീട്ടിലേക്ക് പാക്ക് ചെയ്യുവാണ് കേട്ടോ. പെട്ടെന്നാണ് വീട്ടിൽ നിന്നൊരു കോള് വന്ന. വെക്കേഷൻ ടൈമിൽ അവളെ അങ്ങോട്ടൊന്നും വിടാൻ പറ്റില്ല, സ്കേറ്റിംഗ് ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പം 2 ദിവസത്തിന് സ്കേറ്റിംഗ് ക്ലാസ് ഇല്ല. അപ്പോൾ എന്നാണെങ്കിലും സാനുവിന് നേരെ അമ്മ വീട്ടിലേക്ക് പാക്ക് ചെയ്യണം. 1/2 മണിക്കൂറിൽ തന്നെ നമ്മുടെ സ്വന്തം ആംഗ്ലച്ചാർ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അനിയനാണ്, അപ്പു എന്നാണ് പേര്. അപ്പോഴാണ് ഇവിടെ ഒരു ടെസ്റ്റ് വേറെ. ഒരാൾ അവൻ്റെ കൈ കിട്ടി ഡ്രസ്സ് എല്ലാം എടുത്തുകൊണ്ട് അതാണ്ട് ഇവിടെ ചാടി നിൽക്കുകയാണ്. അവനും പോകുവാന്ന് പറഞ്ഞിട്ട് കാറിലൂടി പോയി കയറി കേട്ടോ. അവനെ ഇതുവരെ ഒറ്റയ്ക്ക് നിർത്താത്തതുകൊണ്ടേ അവൻ ഇനി എങ്ങാനും രാത്രി കിടന്ന കാറിയാൽ നമുക്ക് പോയി കൊണ്ടുവരികയൊക്കെ ചെയ്യണ്ടേ. അതുകൊണ്ട് തൽക്കാലം അവനെ വിടാത്തത്. പിന്നെ അപ്പു ഇത് എനിക്ക് എടുത്തു തരുന്ന പൊതി എന്താ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഹെൽപ്പ് എന്ന് പറയുന്നത് എൻ്റെ സാനുക്കുട്ടിയാണ്. ഞാനിങ്ങനെ അവളുടെ തോളെ പിടിച്ചാണ് ഞാൻ വീടിൻ്റെ അകത്തൂടെയാണല്ലോ വാഷ്റൂമിൽ പോകാനാണല്ലോ എല്ലാം ഓടുന്നത് കേട്ടോ. അവളെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് എൻ്റെ അടുത്ത് ഉണ്ട്. 3 പേരും ഉണ്ടെങ്കിൽ സാനുക്കുട്ടി കുറച്ചുകൂടി വലുതായതുകൊണ്ടാവാം അവൾ അതനുസരിച്ച് എനിക്ക് ഒരു കെയറും സപ്പോർട്ടും ചെയ്ത് തരാറുണ്ട് കേട്ടോ. അതിനുള്ള അന്തോണി കാറിൻ്റെ അകത്ത് കയറിയിട്ട് ഇറങ്ങുന്നില്ല, ആ കിടന്ന് ബഹളം വെക്കുക കേട്ടോ. ഇന്ന് അപ്പുവൊക്കെ വന്ന് സനുവിനെ വിടുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ വെളിയിലിറങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ വെളിയിലൊക്കെ ഇറങ്ങിയിട്ട് എത്ര കാലമായി എന്നറിയോ ഗൈസ്. പിന്നെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ അകത്തെ മുറി മാത്രം എങ്ങനെ കാണിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അപ്പു വന്നപ്പോൾ എന്നാലും നമ്മൾ വെളിയിലോട്ട് ചാടി കൂട്ടാതെ പോയതിൻ്റെ ഭയങ്കര കാർച്ച ഉണ്ടായിരുന്നു. ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീഡിയോ. നമ്മുടെ കാല് മാറ്റി അമ്മ കയറി പോട്ടെ. അങ്ങനെ ഒരു വിധത്തിൽ ആ വഴക്കാളികളെ രണ്ടിനെ ഞാൻ അകത്തോട്ട് കയറ്റിക്കൊണ്ട് വന്നപ്പോൾ ദാണ്ട മേശയുടെ മുകളിൽ കയറിയിരിപ്പുണ്ട്. എന്നെ എന്ത് ചെയ്യുമെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഈ മേശയുടെ മുന്നേ വഴക്ക് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി ഒരു വിധത്തിൽ അവിടെ നിന്ന് രണ്ടിനെ ഞാൻ ചാടിച്ചു താഴെ. എപ്പോഴും എണീറ്റാൽ കാല് നിലത്ത് കുത്താതെ ചാടി നടന്നാലും നല്ല പെയിൻ എടുക്കും കുറച്ച് കഴിയുമ്പോഴത്തേനും കേട്ടോ. ഇനി ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. കുറച്ച് മുമ്പ് കണ്ടില്ലായിരുന്നു അപ്പോൾ എന്നെ ഒരു പൊതിയേപ്പിച്ച ആ പൊതിയാണ് ഈ പൊതി. 2 ടോപ്പാണ് കേട്ടോ. എൻ്റെ അനിയത്തി അമ്മുക്കുട്ടി മംഗലാപുരമാണ് പഠിക്കുന്നത്. അവിടെ ഒരു അടിപൊളി മാളുണ്ട് കേട്ടോ. അവിടെ നല്ല റേറ്റ് കുറവില്ല, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അവൾ അവധിക്ക് വരുമ്പം എനിക്ക് ടോപ്സ് കൊണ്ടുവന്ന് തരും. ഇപ്പം ഞാൻ ഈ ബ്ലൂ ഞാൻ അവൾ എന്നെ വീഡിയോ കോൾ കാണിച്ച് മേടിച്ചതാണ്. ഞാൻ ഇത് ഏതാണ്ട് 299 ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റിയിൽ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഒത്തിരി
ടോപ്സ് എനിക്ക് അവൾ അവിടെ നിന്ന് എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ടോപ്സ് എന്ന് പറയുന്നത് അവൾ തന്നെ എനിക്ക് മേടിച്ചു തന്നതാണ്. അപ്പം അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് രണ്ടും ഒന്നും ഇടാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഇപ്പം ഇല്ലല്ലോ, ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത ഏതെങ്കിലുമൊക്കെ ഒരു റീലിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാം കേട്ടോ. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ അമ്മക്കുട്ടി താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്നാ, 1 മണി കഴിഞ്ഞു ഗൈസ്. ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. ഞാൻ കഴിക്കും കേട്ടോ. അപ്പോൾ അവിയലും മീൻകറിയും ഒക്കെയാണ് നമ്മുടെ ഭക്ഷണം. അങ്ങനെ ഞാൻ ചോറൊക്കെ ഉണ്ടു. ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ പരിപാടി വാതിൽ തുറക്കുക, കൈ കഴുകുക. അത് തന്നെ. എനിക്ക് ഈ വീടിൻ്റെ സറൗണ്ടിങ്സ് ഭയങ്കര ഭംഗിയാട്ടോ. ഒരുപാട് നല്ല നല്ല ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ്. വെളിയിൽ എവിടെ ക്യാമറ വെച്ചാലും സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൈ കഴുകി കഴിഞ്ഞ് അവിടെ ഇരുന്നപ്പോൾ താണ്ട് അന്നമ്മ വന്നു. അന്നമ്മയുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്നെ ഒരുക്കലാണ്, മേക്കപ്പിങ് കേട്ടോ. കയ്യിലൊരു ചീപ്പും ഉണ്ട്, ഒരു കൺവെൻഷയുടെ ഒരു പെൻസിലും ഉണ്ട് കേട്ടോ. അത് വെച്ചാണ് ആൾ ഒരുക്കാൻ വന്നിരിക്കുന്നത്. എന്നായി ശുദ്ധരിയായോ? ഇങ്ങനെയാണോ ശുദ്ധരിയാകുന്നത്? അന്നമ്മ അത്യാവശ്യം സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രൊണൗൺസിയേഷൻ കിട്ടാൻ കുറച്ച് പാടാട്ടോ. 2.5 വയസ്സായതല്ലേ ഉള്ളൂ. എന്നാലും രസമാണ്. അവളെല്ലാം പറയുമ്പം അവളുടെ ഇപ്പോൾ വെള്ളത്തിനാണ് അള്ളം എന്താ പറയുന്നത്, എല്ലാത്തിനും ആ കൂട്ടിയാണ് തുടങ്ങുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ 3ാമത്തെ ഡെലിവറിയിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു പെൺകുട്ടി വേണമെന്ന്. കാരണം എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് പെൺകുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു പെൺകുട്ടി തന്നെ വേണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയതാണ് എൻ്റെ അന്നമ്മ കേട്ടോ. ഇവിടെ പൊട്ട് തൊട്ട് കൊള്ളാവോ ഗൈസ് ചോദിച്ചേ? കൊള്ളാവോ ഗൈസ്? അന്നമ്മയുടെ മുടിയുടെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ കാണിച്ചു തരാവേ. അന്നയുടെ ഫ്രണ്ടിലത്തെ ഹെയർ, ഇത് ബാക്കിലെ ഹെയർ കണ്ടോ, നല്ല ചുരുണ്ട് കിടക്കണം മുടി അവളുടെ. ബാക്കിലൊന്നും എന്താ എന്നെ കൂട്ടോ ഒന്ന് കാണിച്ചിടാം. ബാക്കില് ഇത് ഇങ്ങനെ നല്ല ചുരുണ്ട് നല്ല രസമാണ് മുടി കിടക്കുന്ന കാണാന്. ഇങ്ങനെ അവിടെ നിന്നേ ഒന്ന് നിന്നേരി ഇതുണ്ടോ, നല്ല ചുരുണ്ട മുടിയാ. ഫ്രണ്ടില് ഇത് സ്ട്രൈറ്റ് ഹെയറും. അങ്ങനെ അന്നക്കുട്ടിയുടെ ചുരുണ്ടതാണോ സ്ട്രെയിറ്റ് ആണോ എന്ന് അറിയത്തില്ല. അതൊരു സ്പെഷ്യൽ ഹെയർ ആണ്. ഇവിടെ ഭയങ്കര മേക്കപ്പ് തന്നോണ്ടിരിക്കുക. പണ്ട് നമ്മുടെ അന്നമ്മ ഭയങ്കര പാവമായിരുന്നു കേട്ടോ, പഞ്ചപാവം. പക്ഷേ ഇപ്പോഴത്തെ അന്നമ്മ അങ്ങനെയൊന്നും അല്ല ചേട്ടാ. ചേച്ചിയെ കണ്ട് പഠിച്ചിട്ടാണോ എന്നറിയില്ല, അവന്മാരെ കവച്ചു വയ്ക്കും. അത്രയും കുസൃതിയും കുരുത്തൊക്കെ ഇടുവാണ്ട് ഈ ഒരു സാധനം. പക്ഷേ ഇവളാണ് നമ്മുടെ ഇവിടുത്തെ ചീക്കിടുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നൈസായിട്ട് അവളെ കൂട്ടിക്കൊണ്ട് ഉറങ്ങാൻ വേണ്ടി റൂമിൽ. പക്ഷേ ഉറക്കമൊന്നും നടന്നില്ല ഗൈസ്, വെറുതെ ആയിരുന്നു. കുറച്ച് നേരം അവിടെ കിടന്ന് അവളുമായിട്ട് കഥയൊക്കെ പറഞ്ഞിട്ട് ഒരു 3-3:30 എഴുന്നേറ്റ് വെളിയിൽ വന്ന് വീണ്ടും ഇരിക്കുകയാണ് കേട്ടോ. വെളിയിൽ രണ്ടുപേരും ഇരുന്ന് ഭയങ്കര കളിയാണ്, അന്തോണിയും അന്നമ്മയും. എൻ്റെ ഈ ഒരു വീഡിയോ എടുത്ത് എൻ്റെ പ്രിയപുത്രൻ അന്തോണിയാണ് കേട്ടോ. അതാണ് ഇത് ഇച്ചിരി ഇങ്ങനെ ഷേക്കൊക്കെ ആയിട്ടിരിക്കുന്നത്. എന്നാലും അവൻ ഇത്ര എടുത്തല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അവരുടെ ഒരു ഭയങ്കര കളിയിലാണ് കേട്ടോ. എന്ത് കളിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്തോ വലിയ പരിപാടിയെന്ന് മനസ്സിലായി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് രസം. രണ്ടും തമ്മിൽ തെറ്റി കേട്ടോ. നല്ല അടിയായിട്ടുണ്ട്. പിന്നെ എന്നെ വന്ന് പരാതി പറച്ചിലായി, കരച്ചിലായി, ബഹളമായി. അപ്പോൾ തന്നെ അതിലും നല്ല ഭംഗിയായിട്ടുള്ളൊരു കാഴ്ച. സാനുവിൻ്റെ ഹെൽമെറ്റ് കമ്പിൽ തൂക്കിയിട്ടുണ്ട്. അതാണ് ആശാൻ പോകുന്നത്. എടാ സാനു ചേച്ചിയുടെ ഹെൽമെറ്റ് അല്ലേ അത് ഇങ്ങോട്ട് തന്നെ തിരിച്ച്. സാനുവിൻ്റെ സ്കേറ്റിങ്ങിൻ്റെ ഹെൽമെറ്റ് അവള് കണ്ടാ നിന്നെ ശരിയാകും. രക്ഷയില്ല. ഇവിടെ കിടന്ന് അത്ര പഠിപ്പിച്ചാൽ അവനറിയാം ഞാൻ പുറകെ ഓടി വരത്തില്ല എന്ന്. കാരണം എൻ്റെ കാലിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ പെട്ടു ഗൈസ്. എല്ലാ രീതിയിലും ഞാൻ ഇങ്ങനെ പെട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഒരു ഇന്നത്തെ ഈവനിങ് ടൈം കഴിഞ്ഞു. അപ്പോഴാണ് എൻ്റെ അന്നക്കുട്ടി വന്നിട്ട് എന്നോട് റിക്വസ്റ്റ്. എന്താണോ, പാവമുണ്ട് കേട്ടോ. അവളെ ഞാൻ കുളിപ്പിക്കാവോ എന്നും ചോദിച്ചുകൊണ്ടാണ്. അങ്ങനെ പാവം ഉറങ്ങിപ്പോയി. ആ സമയത്ത് ഞാൻ ഇപ്പുറത്തോട്ട് വന്നു. കുറച്ച് അവിടെ മുഴുവന്മാർ ചോറൊക്കെ ഉണ്ട്, ഇവിടെ ഇരുന്ന് ഉണ്ണുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആകെ വല്ലാണ്ട് കിടക്കുമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അവിടേക്ക് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ചക്ക വേവിച്ചതും ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അന്നതാണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് എണീറ്റ് വന്നു കേട്ടോ. പിന്നെ ഒരു 7 മണി സമയമാണ്. അവന്മാർക്ക് ഞാൻ 2 പേർക്കും ചോറ് വാരി കൊടുക്കുകയാണ്. അന്തോണിക്ക് രണ്ടും 2 രീതിയിലാണ്. അന്തോണിക്ക് ഇന്ന് തന്നെ വാരി ഉണ്ണണം, അന്നയ്ക്ക് ഞാൻ വാരി കൊടുക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു കുഞ്ഞു വാശിയും വഴക്കും ദേഷ്യവും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ അന്നത്തെ ആ ഒരു ദിവസം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിള്ളേരുള്ള വീട്ടിലെല്ലാം ഇങ്ങനെയാണോന്നേ? ഇതുപോലെ ഇങ്ങനെ വാശിയും ദേഷ്യവും വഴക്കൊക്കെ ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാവോ. അങ്ങനെ ഒരു വിധത്തിൽ 2നെയും കഴിപ്പിച്ചെടുത്തു കേട്ടോ. അന്തോണിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ചുമ്മാ അവനോട് രസത്തിനൊരു കാര്യം ചോദിച്ചു. എടാ നിനക്ക് അമ്മയാണോ ചിക്കനാണോ ഏറ്റവും ഇഷ്ടം? ചിക്കൻ.
എനിക്കറിയായിരുന്നു നീ അതേ പറയത്തുണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് ചിക്കൻ കൊതിയനും എൻ്റെ അന്ന പെണ്ണും കൂടി കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ ഇരിപ്പോൾ ഇതിനൊക്കെ കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്നും വീഡിയോ എടുക്കാൻ നടക്കത്തില്ലല്ലോന്നേ. ഇതിനിടയ്ക്ക് ഞാനൊന്ന് പോയി ഫ്രഷായി പ്രാർത്ഥിച്ചു. ഇങ്ങനെയുള്ള കലാപരിപാടികൾക്കൊക്കെ ശേഷം ഞാൻ ഇച്ചിരി നേരം ഇന്ന് സിനിമ കണ്ടു. എന്നുമുള്ള കലാപരിപാടി അല്ല, വല്ലപ്പോഴും ഉള്ളൂ കേട്ടോ. ഇന്ന് സാധനം കൂടി ഇല്ലാത്തതുകൊണ്ട് ആകെ ഒരു മിസ്സിങ്. എന്നാൽ പിന്നെ ഒരു സിനിമ അയക്കാന്ന് വെച്ചോ. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞൊരു 10:30 ആയപ്പോൾ അതിന് ഉമ്മമാരെയും പിടിച്ച് കിടത്തി ഞാൻ ഉറക്കി. ഇനി ഈ സീനിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഉറക്കി കഴിഞ്ഞ് വീണ്ടും ഒരു 12:00 ആയപ്പോൾ ഞാൻ പയ്യെ എണീറ്റ് എടുത്ത വീഡിയോസൊക്കെ ഒന്നുകൂടെ നോക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നു കേട്ടോ. ഇങ്ങനെയാണ് കാലിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന ഒരു ചെറിയ യൂട്യൂബറിൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? അപ്പോൾ മറക്കണ്ട, കണ്ടൻസും സജഷൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കത്തില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ബൈ.